ചാവേർ സ്ഫോടനങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം കേൾക്കുന്നത് രാജീവ് ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വധിക്കാനായി LTTE ഭീകരന്മാർ തിരഞ്ഞെടുത്തത് ചാവേർ ബോംബാക്രമണമായിരുന്നു. അതായത് ഒരു പെൺകുട്ടി സ്വയം മരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു. അവരുടെ ആ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി അവർ സ്വന്തം വയറ്റിൽ ബോംബ് വെച്ച് കെട്ടുന്നു. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തൊട്ടരികിലെത്തുന്നു. അതിനുശേഷം അവർ സ്വയം പൊട്ടിത്തെറിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശരീരം ഛിന്ന ഭിന്നമായി മാറുന്നു. ഇതാണ് രാജീവ് ഗാന്ധി വധക്കേസിൽ സംഭവിച്ചത്. ഇത് പിന്നീട് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള ചാവേർ ആക്രമണങ്ങൾ ഇസ്ലാമിക ജിഹാദി ഗ്രൂപ്പുകൾ പിന്നെ നടത്താൻ തുടങ്ങി. കശ്മീരിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, പാകിസ്ഥാനിലും, അഫ്ഗാനിസ്ഥാനിലും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ചാവേർ ആക്രമണങ്ങൾ പിന്നീട് ജിഹാദി സംഘടനകൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ വീണ്ടും ഒരു ചാവേർ ആക്രമണം നടന്നിരിക്കുന്നു. അത് റഷ്യയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റഷ്യൻ തലസ്ഥാനമായ മോസ്കോ, ആ മോസ്കോയിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ, ബെൽസി റോസി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഒരു സ്ത്രീ തന്നെ ചാവേറായി വന്ന് സ്ഫോടനം നടത്തിയിരിക്കുന്നത്. സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിക്കേറ്റ 21 പേരുടെയും നില ഗുരുതരമാണ് എന്നുള്ളതാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു സ്വകാര്യ ചടങ്ങ് നടക്കുകയായിരുന്നു. സ്വകാര്യ ചടങ്ങ് നടക്കുന്നതിനാൽ പബ്ലിക്കിന്, അതായത് പൊതുജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് ഒരു സ്ത്രീ അതിനകത്തേക്ക് കയറിപ്പോകാൻ ശ്രമിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇവരെ തടയുകയും അകത്തൊരു സ്വകാര്യ ചടങ്ങാണ് നടക്കുന്നതെന്നും പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ്. അങ്ങനെ അറിയിച്ച ഉടനെയാണ് ഈ സ്ത്രീ സ്വയം പൊട്ടിത്തെറിക്കുന്നത്. സ്ഫോടക വസ്തുക്കളുമായിട്ടാണ് ഈ സ്ത്രീ എത്തിയത്. സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് സ്ത്രീ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിലുള്ള നിരവധി ആളുകളെ കൊല്ലുക എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷേ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞതു കാരണം മരണസംഖ്യ കുറഞ്ഞു എന്ന് വേണം പറയാൻ. പക്ഷേ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 21 പേരുടെയും പരിക്ക് ഗുരുതരമാണ്. പക്ഷേ 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ചാവേറായ പെൺകുട്ടി, അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാരൻ, അതിനടുത്ത് നിന്ന മറ്റൊരാൾ, ഇവരാണ് 3 പേരാണ് മരിച്ചത്. പക്ഷേ 21 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തീർച്ചയായും റഷ്യ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. പക്ഷേ മോസ്കോ പോലെയുള്ള നഗരങ്ങളിൽ ഇത്തരം തീവ്രവാദി ആക്രമണങ്ങൾ എന്തിന്? അതിനും പരമാവധി ആളുകളെ കൊല്ലുക എന്ന ആളുകൾ ഒത്തുകൂടിയിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഭീകരാക്രമണങ്ങൾ നടത്തുന്നത് സാധാരണഗതിയിൽ ജിഹാദി സംഘടനകളാണ്. പക്ഷേ ജിഹാദി സംഘടനകൾക്ക് റഷ്യയിൽ ഇപ്പോൾ ഒരു സ്ഫോടനം നടത്തേണ്ട കാര്യമില്ല. റഷ്യയും യുക്രൈനും തമ്മിലാണ് യുദ്ധം ഇപ്പോൾ നിലനിൽക്കുന്നത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം 2022 മുതൽ തന്നെ തുടങ്ങിയതാണ്. ഇപ്പോഴും സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് റഷ്യയിലെ തന്ത്രപ്രധാനമായ റിഫൈനറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് യുക്രൈൻ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയത്. റിഫൈനറികൾക്ക് കാര്യമായ കേടുപറ്റി. രാജ്യത്തെ റിഫൈനറികൾ ദിവസങ്ങളോളം പൂട്ടിയിടേണ്ട സാഹചര്യം വന്നു. ഇത് റഷ്യയിൽ വലിയ രീതിയിലുള്ള എണ്ണ പ്രതിസന്ധി അല്ലെങ്കിൽ ഊർജ പ്രതിസന്ധി ഉണ്ടാക്കി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് കിട്ടാനില്ലാത്ത സാഹചര്യമുണ്ടായി. പമ്പുകൾക്ക് മുന്നിൽ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര രൂപപ്പെട്ടു. ഇതെല്ലാം യുക്രൈൻ്റെ ഈ ഡ്രോൺ ആക്രമണത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. ഇതിനെ ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ് റഷ്യ മറികടന്നത്. ഇന്ത്യക്ക് കൂടുതൽ ക്രൂഡ് ഓയിലുകൾ നൽകുകയും ഇന്ത്യൻ റിഫൈനറികളിൽ ഗ്യാസോലൈൻ ഉൽപ്പാദിപ്പിക്കുകയും അത് റഷ്യയിലേക്ക് തിരികെ കയറ്റുമതി ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് റഷ്യ ഈ പ്രതിസന്ധിയെ നേരിട്ടത്. അത്തരത്തിൽ റഷ്യയും യുക്രൈനും തമ്മിൽ വലിയ സംഘർഷം നടന്നു വരുന്ന സമയം കൂടിയാണ്. ഈ സമയത്താണ് മോസ്കോയിൽ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ്. ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ റഷ്യയുടെ ആൻറ്റി ടെററിസം സ്ക്വാഡ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് ഈ IED ഉപകരണങ്ങളാണ് ഈ ബോംബായി ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് സ്വയം പൊട്ടിത്തെറിച്ചതാണോ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് അതിനെ ഓപ്പറേറ്റ് ചെയ്തതാണോ അതോ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാണോ എന്നീ 2 കാര്യങ്ങൾ ഇനിയും സ്ഥിരീകരിക്കാൻ ബാക്കിയുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം,
പരമാവധി ആളുകളെ കൊല്ലുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് റെസ്റ്റോറൻറ്റിൽ സ്വകാര്യ പരിപാടി നടക്കുമ്പോൾ ആ ചാവേർ എത്തിയത് എന്ന് വ്യക്തമാണ്. പക്ഷേ സെക്യൂരിറ്റി ജീവനക്കാരൻ പുറത്ത് തടഞ്ഞതുകൊണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ 3 പേരുടെ ജീവൻ നഷ്ടമായി. പക്ഷേ ഇനി മരണസംഖ്യ ഉയരുമോ എന്നറിയില്ല. മോസ്കോയിലുടനീളം ഈ ഒരു സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യുക്രൈനിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത ആക്രമണം റഷ്യ നടത്തിയിരുന്നു. യുക്രൈൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മിസൈൽ വർഷം തന്നെ റഷ്യ നടത്തിയിരുന്നതാണ്. റിഫൈനറികൾ കേന്ദ്രീകരിച്ച് യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ബദലായിട്ടാണ് അല്ലെങ്കിൽ തിരിച്ചടിയായിട്ടാണ് റഷ്യ കനത്ത ആക്രമണം യുക്രൈനിൽ നടത്തിയത്. സമാധാനം ഇപ്പോഴും അകലെയാണ് എന്നുള്ളതാണ് യുക്രൈനും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള സംഘർഷത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു കാരണവശാലും യുദ്ധത്തിൽ പിടിച്ചടക്കിയ ഭൂവിഭാഗങ്ങൾ യുക്രൈനിന് വിട്ടുകൊടുക്കില്ല എന്ന് റഷ്യ നിലപാടെടുത്തിട്ടുണ്ട്. അത്തരം ഭൂവിഭാഗങ്ങൾ തിരികെ തരാതെ സമാധാനം സാധ്യമല്ല എന്ന് യുക്രൈനും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ സംഘർഷം ഇപ്പോൾ അവിടെ തുടരുകയാണ്. ആ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചാവേർ ബോംബാക്രമണം കൂടി റഷ്യൻ നഗരമായ മോസ്കോയിൽ നടക്കുന്നത്.